അപ്പൊ ശൈഖുന ചവിട്ടിയ മണ്ണാണിത്, ശൈഖുന ജീവിച്ച നാടാണിത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്, മദീനത്തെ മണ്ണിനെ തവസ്സുലാക്കിയിട്ട് നബി തങ്ങൾ മന്ത്രിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ഈ മണ്ണിനെ പറ്റി ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നൊരു ഹദീസാണത്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ഹദീസ്, വളരെ പ്രബലമായ ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മണ്ണിനെ തവസ്സുലാക്കുകയാണ്. മദീനത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താണ്? ആ മണ്ണിൽ ചവിട്ടാത്തവരാരുമില്ല. ആരൊക്കെ മഹാന്മാരുണ്ടോ, ആരൊക്കെ മഹദികളുണ്ടോ, ആരൊക്കെ ബറക്കത്തുള്ളവരുണ്ടോ, ബറക്കത്ത് അല്ല കൊടുത്ത, റഹ്മത്ത് അല്ല കൊടുത്ത ആരൊക്കെയുണ്ടോ, മദീനയിൽ ചവിട്ടാത്തവരില്ല, മദീനയിൽ ചവിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവരില്ല. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിലുണ്ട്, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ മന്ത്രിക്കുകയാണ്, റസൂലുള്ള ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പേരിനെ തവസ്സുലാക്കിയിട്ട് ദുആ തുടങ്ങുകയാണ്. ബിസ്മില്ലാഹി തുർബത്തു അർളിനാ ബിരീഖത്തി ബഅദിനാ യുഷ്ഫാസ് ബിഹി സഖീമുനാ ബിഇذനി റബ്ബിനാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മന്ത്രമാണ്. അപ്പം ഈ മടവൂരിലെ മണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ, ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് മടവൂരിലെ മണ്ണിനെ പറ്റി പറഞ്ഞപ്പോ ശൈഖുനായുടെ ബറക്കത്ത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു ഹദീസാണത്. സ്വഹീഹുൽ ബുഖാരിയിലും വേറെ പല കിതാബുകളിലുമുള്ള ഹദീസാണ്. എന്താണ് ആ ഹദീസിൽ പറഞ്ഞത്? റസൂലുള്ള മന്ത്രിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? തുർബത്തു അർളിനാ, മദീനയുടെ മണ്ണിനെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ ദുആ ചെയ്യുന്നു. നബി തങ്ങളാണ് ദുആ ചെയ്യുന്നത്. മദീനയുടെ മണ്ണിനെ തവസ്സുലാക്കിയിട്ട് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. തുർബത്തു അർളിനാ, ഒന്നാമത്തെ തവസ്സുൽ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേര് കൊണ്ടാണ്. രണ്ടാമത്തെ തവസ്സുൽ തുർബത്തു അർളിനാ, മദീനയിലെ മണ്ണിനെ തവസ്സുലാക്കുകയാണ്. മദീനയിലെ മണ്ണിന് ഇത്ര വലിയ മഹത്വമുണ്ടെങ്കിൽ മദീനയിൽ അന്തിയുറങ്ങുന്ന മദീനയുടെ രാജകുമാരനായ സബ്സ അഅലാ വ അഅലാ ഹമാരാ നബി, സബ്സ ഊഞ്ചാ വ ഊഞ്ചാ ഹമാരാ നബി, ഹബീബായ തങ്ങളുടെ മഹത്വം പിന്നെ വർണ്ണിക്കാൻ ഒരാൾക്കും കഴിയില്ല. തുർബത്തു അർളിനാ, ആദ്യമായി നബി തങ്ങളെ തവസ്സുൽ എന്താണ്? ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേരിനെ തവസ്സുലാക്കുകയാണ്. ആ പേര് വല്ലാത്ത ബറക്കത്തുള്ളതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സഖാഫി ഉസ്താദ് അല്ലാഹുവിന്റെ പേര് ചൊല്ലിയിട്ട് ദുആ ചെയ്യുകയായിരുന്നു. അസ്മാഉൽ ഹുസ്ന, അല്ലാഹുക്ക് ഒരുപാട് പേരുകളുണ്ട്, അതിൽപ്പെട്ട ഏറ്റവും മഹത്വമുള്ള പേരുകളാണ് അസ്മാഉൽ ഹുസ്ന. അത് എന്നും ചൊല്ലാൻ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആ പേര് ഒരാൾ നല്ലപോലെ പഠിച്ചാൽ, നല്ല വിശ്വാസത്തിൽ അത് ചൊല്ലിയാൽ സ്വർഗത്തിൽ കടക്കും എന്നല്ല, ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. അത് ചൊല്ലിയാൽ തന്നെ, പതിവായി ചൊല്ലിയാൽ തന്നെ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. റബ്ബേ, ഞങ്ങൾക്ക് ആ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് സ്വർഗത്തിലെത്താൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ഉമ്മ വാപ്പമാർക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ആരൊക്കെ എവിടെ വെച്ച് ദുആരിക്കാൻ പറഞ്ഞു അവർക്കൊക്കെ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹി ഒന്നാമത് അല്ലാഹുവിന്റെ പേരാണ്. രണ്ടാമത് നബി തങ്ങൾ തവസ്സുലാക്കുന്നത് തുർബത്തു അർളിനാ, മദീനയിലെ മണ്ണാണ്. പിന്നെ പറയുന്നത് ബിരീഖത്തി ബഅദിനാ, മഹാന്മാരുടെയും മഹദികളെയും ഉമിനീര്, ആ ഉമിനീരിന് ബറക്കത്തുണ്ട്. യുഷ്ഫാ ബിഹി സഖീമുനാ, ആ കാരണം കൊണ്ട് രോഗം ശിഫയാകും.